ഈശോമിശിഹായിലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന 104-ാമത്തെ സങ്കീർത്തനം സ്രഷ്ടാവായ ദൈവത്തിന് കീർത്തനം എന്നുള്ളതാണ്. 35 വരികളുള്ള ഈ സങ്കീർത്തനം സൃഷ്ടികളെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. ആത്മാവിൽ ദൈവത്തെ വാഴ്ത്തുന്ന സങ്കീർത്തകന്റെ മനസ്സിനെയാണ് ഇവിടെ വിവരിക്കുന്നത്. വാസ്തവത്തിൽ ഈജിപ്തിലെ ചില കീർത്തനങ്ങളോട് ഈ സങ്കീർത്തനം ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനാവും. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും ഒപ്പം വേദനകളിൽ ദൈവം കരം പിടിച്ച് ഉയർത്തുന്നതിനെക്കുറിച്ചും ഇതെല്ലാം ഈ സങ്കീർത്തനങ്ങൾ വിവരിക്കുന്നുണ്ട്. പ്രപഞ്ചം ദൈവത്തിന്റെ മഹിമയെ സ്തുതിക്കുന്നു, കാരണം അവ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. രാത്രിയും പകലും ദൈവം നമ്മളെ സംരക്ഷിക്കുന്നവനാണ്. കർത്താവായ ദൈവം മറ്റു ദേവന്മാരെ പോലെ പകൽ മാത്രമല്ല തന്റെ ജനത്തെ സംരക്ഷിക്കുക, അവിടുന്ന് നിരന്തരം തന്റെ ജനത്തെ പരിപാലിക്കുന്നു. ദൈവം ലോകത്തിന് അടിസ്ഥാനമിടുകയും പ്രകൃതിയെ നിരന്തരം കാത്തു പരിപാലിക്കുകയും ചെയ്യുന്നവനാണ്. അനാദികാലത്തെ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ മുൻകൂട്ടി കാണുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. സമൃദ്ധമായ ജലം നൽകുകയും പക്ഷിമൃഗാദികളെ കാത്ത് പരിപാലിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. നമുക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കാം. നാം ജനിച്ചത് ദൈവത്തിന്റെ അനന്ത പരിപാലനയിലാണ്. മറ്റു ദേവന്മാരെ പോലെ പകൽ മാത്രമല്ല ദൈവം നമ്മെ സംരക്ഷിക്കുന്നത്. ഈശോയെ, ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ എന്നെ കാണുകയും എന്നെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതിന് നന്ദി പറയുന്നു. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നന്ദി പറയാം, ദൈവത്തിന് നന്ദി പറയാം. അങ്ങനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരു നന്ദിയുടെ ദിവസമാവട്ടെ ഇന്ന്. അതിനുവേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.